കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അർഹൻ ആരാണ് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട്. എന്നാൽ പിന്നീട് സംഭവിച്ചതെല്ലാം കാണുമ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയാതിരിക്കാനാവുന്നില്ല. അതായത് സത്യം പറഞ്ഞ കേരളം ഭരിക്കാൻ പോകുന്നത് ഇന്ദിരാഭവനാണോ അതോ പാണക്കാട്ടെ തറവാടാണോ? ആരാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത്? ഇവർ ആരും അല്ലെങ്കിൽ ഹിറ സെന്ററിൽ ഇരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളാണോ കേരളത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത്? വി.ഡി. സതീശനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആനയിക്കാൻ വേണ്ടി ഡൽഹിയിൽ അരങ്ങേറിയ ആ സ്ക്രിപ്റ്റഡ് നാടകം വെറുമൊരു കൂക്കി വിളി ആയിരുന്നില്ല, അല്ലെങ്കിൽ വെറുമൊരു അടിപിടി ആയിരുന്നില്ല. അത് പൊളിറ്റിക്കൽ ഇസ്ലാം ഈ നാടിന് നൽകിയ മുന്നറിയിപ്പായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഉത്തരം. മാത്യു കുഴൽനാടൻ സത്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നതും, തൃക്കരിപ്പൂരിലെ വിജയ് സന്ദീപ് വാര്യർ KC വേണുഗോപാലിനെ പിന്തുണച്ചപ്പോൾ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ പിച്ച് ചീന്തുന്നതും ഇതിൻ്റെ എല്ലാം ഭാഗമാണ്. ഇന്ന് നമ്മൾ പച്ചയായി സംസാരിക്കാൻ പോവുകയാണ് മതനിരപേക്ഷയുടെ മുഖം മൂടി അണിഞ്ഞ് കോൺഗ്രസിനെ വിഴുങ്ങുന്ന ആ ഭീകരതയെക്കുറിച്ച്. കോൺഗ്രസിനെ വിഴുങ്ങുന്നത് എന്ന് പറയാൻ പറ്റില്ല, എന്നോ വിഴുങ്ങിക്കഴിഞ്ഞു. മുസ്ലിം ലീഗ് എങ്ങനെയാണ് കേരളത്തിന്റെ ഭരണം തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റാനായി കരുനീക്കുന്നത്? ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ നിങ്ങൾ ദയവ് ചെയ്ത് കാണുക. കാരണം നിങ്ങളുടെ വോട്ട് കൊണ്ട് വിജയിച്ചൊരു സർക്കാർ ആരുടെ കയ്യിലാണ് പണയപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. വി.ഡി. സതീശൻ ഡൽഹിയിലെത്തി. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നില്ല, മറിച്ച് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF പ്രവർത്തകരായിരുന്നു. അവിടെ വെച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ അവർ അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു, ഒരുപാട് ആക്രമണങ്ങൾ സൃഷ്ടിച്ചു, മുഴുവൻ തവിട് പൊടിയാക്കി എന്ന് പറയാം. കൂവിവിളികളും ഒക്കെയായി വളരെ കലുഷിതമായിരുന്നു. അവിടെ സംഭവിച്ചതെല്ലാം പക്കാ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. സതീശനെ മുഖ്യമന്ത്രിയായി അവരോധിക്കാൻ ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ പൊളിറ്റിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ ഒരു പക്കാ തിരക്കഥയായിരുന്നു അത്. എന്തിനു വേണ്ടി? വി.ഡി. സതീശൻ തീർച്ചയായും മുഖ്യമന്ത്രി കസേരയ്ക്ക് അർഹതപ്പെട്ട വ്യക്തി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്രയും നാൾ അദ്ദേഹമാണ് ഈ പാർട്ടിയെ നയിച്ചത്. എന്നാൽ കോൺഗ്രസിനുള്ളിലെ സ്വാഭാവിക നേതൃത്വത്തെ തകർക്കുക, തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളെ അധികാരത്തിലേറ്റുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. മുസ്ലിം ലീഗ് ഇന്ന് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അവർ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്ര സംഘടനകളുടെ ചട്ടുകമായി മാറിയിരിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഇവരുടെ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 102 സീറ്റ് കിട്ടിയ ഉടനെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പരസ്യമായി വെല്ലുവിളിച്ചു, സതീശൻ മുഖ്യമന്ത്രി ആയിട്ടില്ലെങ്കിൽ നാട് സ്തംഭിപ്പിക്കുമെന്ന്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു മതസംഘടന ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നത് എത്രത്തോളം ഭീകരമാണ്? ലീഗ് ഭരിക്കുന്ന വകുപ്പുകളിൽ മതപരമായ വിവേചനം നടപ്പിലാക്കുമെന്ന ഭീതി നിലവിലുണ്ട് താനും. വിദ്യാഭ്യാസം, വ്യവസായം തുടങ്ങിയ വകുപ്പുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ആധിപത്യം നൽകുക, വഖഫ് നിയമം ഉപയോഗിച്ച് സാധാരണക്കാരുടെ ഭൂമി കയ്യേറുക, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് മൗനം പാലിക്കുന്നത് വോട്ട് ബാങ്ക് ഭയന്നുകൊണ്ടായിരിക്കും. UDFന്റെ 102 സീറ്റിൽ ലീഗിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യങ്ങളിൽ ലീഗ് മധ്യസ്ഥനാകുന്നത് ആ പാർട്ടിയുടെ അന്തസ്സിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ് നേതാവ് നട്ടലുള്ള ഒരു നിലപാടെടുത്തത്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് അവകാശമുണ്ട്, അവർക്കറിയാം, അതിൽ ലീഗ് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കേട്ടയുടനെ ലീഗ് നേതാക്കൾക്ക് പൊള്ളി. അതിനേക്കാൾ കഷ്ടം കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കളുടെ പ്രതികരണമാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ ലീഗിനെ ന്യായീകരിക്കാൻ ഓടി വരുന്നു. സ്വന്തം പാർട്ടിയുടെ ആത്മാഭിമാനത്തെക്കാൾ ലീഗിന്റെ പ്രീതിക്ക് വില നൽകുന്ന ഉണ്ണിത്താൻ ലീഗിന്റെ അടിമയെപ്പോലെയാണ് പെരുമാറുന്നത്. വോട്ട് ബാങ്കിന് വേണ്ടി സ്വന്തം പാർട്ടിയെ ഒറ്റിക്കൊടുക്കുന്ന എന്ത് നാണം കെട്ട നെറുകെട്ട ഏർപ്പാടും ചെയ്യുന്ന ഇത്തരം നേതാക്കൾ കോൺഗ്രസിന്റെ ശവക്കുഴി തോണ്ടുകയാണ്. സന്ദീപ് വാര്യരുടെ കാര്യം നോക്കൂ. തൃക്കരിപ്പൂരിൽ നിന്നും വിജയിച്ച അദ്ദേഹം KC വേണുഗോപാലിനെ പിന്തുണച്ചു. ഈ ഒറ്റ കാരണം കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ ആക്രമണം നേരിടുകയാണ്. തൃക്കരിപ്പൂരിലെ ലീഗ് പ്രവർത്തകരും ഇസ്ലാമിസ്റ്റ് സൈബർ വിങ്ങുകളും സന്ദീപിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ എന്തിന് അദ്ദേഹത്തെ ജയിപ്പിച്ചു എന്നാണ് ലീഗ് അടക്കമുള്ളവർ ചോദിക്കുന്നത്. എന്താണ് സന്ദീപ് ചെയ്ത തെറ്റ്? കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവിനെ പിന്തുണച്ചു എന്നത് ഒരു കുറ്റമാണോ? അല്ല. പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അത് ദഹിക്കില്ല. അവർക്ക് വേണ്ടത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വി.ഡി. സതീശനെയാണ്. സന്ദീപ് വാര്യർക്ക് ലഭിക്കുന്ന ഈ ചീത്തവിളി എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കുമുള്ള മുന്നറിയിപ്പാണ്. ഓർക്കണം, ഒരു പാർട്ടിക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള തല്ലും പിടിയും ഒക്കെ.
ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ രക്ഷയില്ല, UDF അധികാരത്തിൽ വന്നാൽ അത് ലീഗിന്റെ ഭരണമായിരിക്കുമെന്ന പ്രചരണത്തിന് അല്ലെങ്കിൽ ആ പ്രവചനത്തിന് ഇപ്പോൾ കൂടുതൽ വിശ്വാസ്യത ലഭിച്ചിരിക്കുകയാണ്. 102 സീറ്റുകൾ ലഭിച്ചിട്ടും കോൺഗ്രസ് ഭയക്കുന്നത് എന്തിനെയാണ്? കേരളത്തിലെ മതേതരത്വം എന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് അടിയറവ് വെക്കാനുള്ളതല്ല. ലവ് ജിഹാദ്, വഖഫ് നിയമം, മതപരമായ വിവേചനം തുടങ്ങിയ വിഷയങ്ങളിൽ UDF സർക്കാർ എടുക്കുന്ന നിലപാടുകൾ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കും. എന്തായാലും നമ്മൾ ഇപ്പോൾ UDF ജയിച്ചപ്പോൾ കണ്ട ചില കാഴ്ചകളുണ്ട്, പച്ചക്കൊടി മാത്രമുള്ള സിറ്റികൾ. എന്തായാലും സതീശൻ ഇത്തരം ശക്തികൾക്ക് കൂട്ടുനിൽക്കുന്നത് സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. സതീശൻ അർഹനാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക്, പക്ഷേ ഇത് അല്പം കടന്നുപോയി. കോൺഗ്രസിന്റെ അസ്തിത്വം ലീഗിനെ പണയപ്പെടുത്തിയാൽ കേരളത്തിലെ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ കോൺഗ്രസിനെ തീർച്ചയായും കൈവിടും. സത്യം പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്നതും മതശക്തികൾ ഭരണം നിയന്ത്രിക്കുന്നതും ഒരു നല്ല ഭരണത്തിന് അല്ലെങ്കിൽ ഒരു നല്ല ജനാധിപത്യത്തിന് ചേർന്നതല്ല. 102 സീറ്റുകളുടെ ഭൂരിപക്ഷം നൽകിയ ജനങ്ങളെ വഞ്ചിക്കരുത്. ഡൽഹിയിലെ സ്ക്രിപ്റ്റഡ് കൂവുവിളികൾ മുതൽ സന്ദീപ് വാര്യർക്കെതിരായ ആക്രമണം വരെ ഒരേ ചിത്രമാണ് നൽകുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം ചിന്തിക്കാം. നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെ BJP ഒരു വർഗീയ പാർട്ടിയാണെന്ന് കേരളത്തിലെ 2 മുന്നണികളും എപ്പോഴും നിലവിളിക്കാറുണ്ട്. അപ്പൊ പിന്നെ മുസ്ലിം ലീഗ് ഇതിൽ പെടാത്തത് എന്തുകൊണ്ടാണ്? അവിടെ തീർന്നില്ലേ? നിങ്ങൾക്കൊന്നും മറുപടിയില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ വൈരുദ്ധ്യം തിരിച്ചറിയേണ്ടത്. BJP വർഗീയ പാർട്ടി എന്ന് മുദ്രകുത്തി കേരളത്തിന്റെ തെരുവുകളിൽ മതേതരത്വം പ്രസംഗിക്കുന്നവർ അതേ നാവുകൊണ്ട് മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിക്കുന്നത് ഏത് തരം മതേതരത്വമാണ്? നല്ലത് ചെയ്താൽ നല്ലത് പറയണം എന്ന് വെച്ച് അവരുടെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കരുത്. BJP മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നിലവിളിക്കുന്നവർ പാണക്കാട്ടെ തങ്ങൾമാരുടെ തിട്ടൂരമില്ലാതെ അനങ്ങാത്ത മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് പരിഹാസ്യമല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെയാണ് ഇവരുടെ മതേതര മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത്. ഒരു വർഗീയതയെ എതിർക്കാൻ അതിനേക്കാൾ വലിയ മറ്റൊരു മതഭീകരതയെ കൂട്ടുപിടിക്കുന്നത് ആത്മഹത്യാപരമാണ്. മുസ്ലിം ലീഗ് ഇന്ന് കേവലം ഒരു രാഷ്ട്രീയ കക്ഷിയല്ല, അത് തീവ്ര സ്വഭാവമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് കോൺഗ്രസിനുള്ളിൽ കടന്നു കയറാനുള്ള പച്ചപ്പാലമാണ്. ഡൽഹിയിൽ കണ്ട ആ കൂക്കിവിളികളും സന്ദീപ് വാര്യർക്കെതിരെയുള്ള കടന്നാക്രമണവും വെറും ഒരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന 5 വർഷം സംഭവബഹുലമായിരിക്കും. 102 സീറ്റിന്റെ ആധിപത്യം ഉപയോഗിച്ച് കേരളത്തിന്റെ മതേതര ഭൂമികയെ ഒരു മതഭരണത്തിന്റെ ലബോറട്ടറിയാക്കി മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്, കൂട്ടുനിൽക്കുന്നത്. മാത്യു കുഴൽനാടൻ ഉയർത്തിയ ആത്മാഭിമാനത്തിന്റെ സ്വരത്തെ പോലും അടിച്ചമർത്താൻ നോക്കുന്ന ഇവർ നാളെ സാധാരണക്കാരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കില്ല എന്ന ആര് കണ്ടു? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളുടെ പിന്തുണയോടെ VD സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്നവർ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിനെ ഒരു നോക്കുകുത്തിയാക്കി ഭരണം നിയന്ത്രിക്കാൻ മാത്രമാണ്. എന്ന് വെച്ച് VD സതീശൻ അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നുമില്ല. നമുക്കറിയില്ല ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന്. പക്ഷെ ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ വാശി പിടിക്കുന്നു എന്നതിന് പിന്നിൽ കൃത്യമായൊരു കോൺസ്പിറസി ഉണ്ടായിരിക്കാം. വർഗീയതയെക്കുറിച്ച് വാചാലരാകുന്നവർ ലീഗിന്റെ ഈ മതപരമായ ആധിപത്യത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് വോട്ട് ബാങ്ക് എന്നൊരൊറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ്. സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പോലും പാണക്കാട്ടേക്ക് നോക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു പ്രസ്ഥാനത്തിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ഭീകരത നമ്മൾ തിരിച്ചറിയണം. വോട്ട് ചെയ്ത് ജനങ്ങൾ ആഗ്രഹിച്ചത് സമാധാനപരമായ ഒരു കേരളമാണ്, ഒരു മാറ്റമായിരുന്നു, അല്ലാതെ മതസംഘടനകൾ ഭരണം നിയന്ത്രിക്കുന്ന ഒരു മധ്യകാല ഭരണക്രമമല്ല. സതീശൻ ഇത്തരം ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങുമോ? സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിന് മാത്രമല്ല, കേരളത്തിന്റെ സാമൂഹിക സുരക്ഷയ്ക്ക് കൂടി അത് കുഴിതോണ്ടുന്നതിന് തുല്യമായിരിക്കും. എന്തായാലും ഈ ഇരട്ടത്താപ്പിനെതിരെ നമ്മൾ തന്നെ ശബ്ദമുയർത്തി തീരൂ. കാരണം നമ്മുടെ നാടാണ്, നമ്മുടെ ഭരിക്കാൻ പോകുന്നവരാണ്. മതേതരത്വം എന്നത് എല്ലാവർക്കും തുല്യനീതിയാകണം, അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഭീഷണികൾക്ക് വഴങ്ങിക്കൊടുക്കലാകരുത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കോൺഗ്രസ് ലീഗിന്റെ തടവറയിലാണോ? സന്ദീപ് വാര്യരോട് ചെയ്തത് ശരിയാണോ? മാത്യു കുഴൽനാടൻ പറഞ്ഞതിൽ വിയോജിപ്പുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.